ഹായ് ഫ്രണ്ട്സ്, സ്പൈസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു വെട്ട് കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1.5 ടീസ്പൂൺ റവ കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പ്, 2 നുള്ള് സോഡാപ്പൊടി, 1 ടീസ്പൂൺ ഓയിൽ, ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. മാവ് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സി ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, 1 മുട്ട, 4 ഏലക്ക, ഇത്രയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മുട്ടയും പഞ്ചസാരയും കൂടെ ഏലക്കയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാവിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. മിക്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റിന് വയ്ക്കാം. മാവ് റെസ്റ്റിന് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 2 കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. നമുക്കൊന്ന് 2 കഷ്ണമായിട്ട് മുറിക്കാം. ഓരോ കഷ്ണവും നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. നമ്മളിതൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. എല്ലാം തന്നെ നമ്മളിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മിഡിലിലൂടെ ചെറിയൊരു വെട്ടിട്ട് കൊടുക്കാം. നമുക്കെല്ലാം തന്നെ ഈ ഷേപ്പിൽ ചെയ്തെടുക്കാം. എല്ലാം തന്നെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് തിരിച്ച് മറിച്ച് വിട്ട് വേവിച്ചെടുക്കാം. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു ഡിഷിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ വെട്ട് കേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.